നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഇന്നത്തെ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തുക, ഈ പ്രോഗ്രാമിന് സ്വാഗതം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും നോക്കണ്ടിരിക്കുന്ന മലയാളം ലൈബ്രറി നമ്മൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 8-9 കൊല്ലം മുമ്പ് നമ്മൾ തുടങ്ങി വെച്ചതാണ്. ആ തുടങ്ങി വയ്ക്കുമ്പോഴുള്ള ഞാൻ ലിവിനൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇതിനകത്ത് പുസ്തകങ്ങളെ പറ്റിയിട്ട് വേണ്ടി ചർച്ച ചെയ്യുക, ഏതെങ്കിലും തരത്തിലുള്ള ഞങ്ങൾ ബോംബെയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മാസത്തിൽ ഒരാഴ്ചയെങ്കിൽ ഒരു ദിവസം, സാധാരണ തേർഡ് സൺഡേ ആണ് ഉണ്ടാവാറ്, ഒരു 2 മണിക്കൂർ നേരം പുസ്തകത്തെ ചർച്ച ചെയ്യുക ലൈബ്രറിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഒരു റിപ്ലിക്കേറ്റ് ചെയ്യാമെന്നുള്ള ചിന്താഗതിയിലാണ് വാസ്തവത്തിൽ മലയാളം ലൈബ്രറി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഏതായാലും ഇന്ന് എല്ലാവരും ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു സാഹിത്യവാരം നമുക്ക് ചെയ്യാൻ വളരെ 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 എല്ലാവരും ഇതിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ വളരെ സന്തോഷം ഉണ്ടാവും. ഇന്നത്തെ ഇവിടെ പ്രധാനമായിട്ട് ചന്ദ്രൻ അങ്കിൾ ഞാൻ പരിചയപ്പെടുത്താം. ചന്ദ്രൻ മാഷ് ഞാങ്ങേട്ടിലെയാണ് നാട്, സ്വദേശം പട്ടാമ്പിക്കടുത്ത്. അദ്ദേഹം നമ്മുടെ പണ്ടൊക്കെ മലയാളം MA ആണ്, റിട്ടയർഡ് മാസ്റ്ററാണ്. കുറേ കാലമായിട്ട് കഴിഞ്ഞ 2-3-4 കൊല്ലമായിട്ട് ഹോങ്കോങ്ങിൽ വന്നും പോയിട്ടും ഇരിക്കുന്നു. ഞങ്ങളെല്ലാവരും ക്ലോസ് ഫ്രണ്ടുണ്ട്, ഋഷി എന്ന് പറഞ്ഞിട്ട്, ഋഷിയുടെ അച്ഛനാണ് അദ്ദേഹം. ടീച്ചർ വന്നിട്ടില്ല, ടീച്ചറുണ്ട്, ടീച്ചറുണ്ട്, ഇവിടെ ഉണ്ട്, മാഡം വന്നിട്ടില്ല തോന്നുന്നു. അതുമാത്രമല്ല കേരളത്തിലുള്ള ഈ കുട്ടികളുടെ എല്ലാവിധ കലോത്സവം അങ്ങനെ എല്ലാവർക്കും ജഡ്ജായിട്ടും അറിയപ്പെടുന്ന കുന്നംകുളം ആ ഭാഗത്തുള്ള എല്ലാവിധ സാഹിത്യകാരന്മാരും, ശ്രീരാമൻ, മറ്റുള്ള ആളുകളെയൊക്കെ ശ്രീരാമൻ അങ്ങനെയുള്ള എല്ലാവിധ ആളുകളെയൊക്കെ പാട്ട് രീതിയിലുള്ള ബന്ധവും പുലർത്തുന്ന സാഹിത്യ സദസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രമാഷയും എല്ലാം വളരെ ഫേമസായിട്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് മറ്റു വായിക്കുകയാണെങ്കിൽ അറിയാം, അദ്ദേഹം ഹോങ്കോങ്ങിനെ പറ്റി വളരെ വളരെ മധുരമായിട്ട് മലയാള ഭാഷയിൽ വളരെ നന്നായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ മാഷ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഞാൻ ഇതായിരിക്കുന്നു. വളരെ ചന്ദ്രൻ മാഷ് ആദരിക്കാൻ വേണ്ടിയിട്ട്, ചന്ദ്രൻ മാഷ് ഒരു മിനിറ്റ് വരും. മലയാളം അക്കാദമിക്കൊരു അസുലഭ മുഹൂർത്തമാണ്. ഇവിടെ ചേർന്ന് വേണോ? കൂടുതലൊന്നും പ്രൊഫൈല് സംസാരിക്കുന്നത് പറഞ്ഞോളൂട്ടോ, കൂടുതൽ പ്രൊഫൈൽ ഞാൻ എടുത്തിട്ടില്ല. അതേപോലെ ഈ കവിയരങ്ങ് എന്ന് നമുക്ക് മനസ്സിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും വന്നത് റവറ ഫാദർ ടിജോ കണ്ടംകുളത്തി. അതെല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിനൊക്കെ നമ്മൾ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഹോങ്കോങ്ങിലും മക്കാവിലുമുള്ള CMFൻ്റെ വളരെ പ്രചാരമായ പ്രവർത്തനം. അതുമാത്രമല്ല കഴിഞ്ഞ 15 കൊല്ലമായി അധികം ഇതായിട്ട് ഇപ്പോൾ മക്കാവിലും ഹോങ്കോങ്ങിലും ചൈനയിലും മാത്രമല്ല തൈവാനിലൊക്കെ ആയിരുന്നു അദ്ദേഹം വന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ഈസ്റ്റ് ഏഷ്യയുടെ ഇൻചാർജായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്.
അതുമാത്രമല്ല CMFൻ്റെ വളരെയധികം പബ്ലിക്കേഷൻ്റെ ഡയറക്ടറാണ് സാറ്. അപ്പോൾ ഈ കവിതയായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വസ്തുത അറിയില്ല ഇത്ര. പക്ഷെ ഞാൻ കവിതയായിട്ട് ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ. സാറിൻ്റെ ആ ജന്മസ്ഥലം കൊരട്ടിയാണ്. അപ്പോൾ കൊരട്ടി, ചാലക്കുടി, പിന്നെ ക്രൈസ്റ്റ് കോളേജിലാണ് പഠനം, MA ലിറ്ററേച്ചർ. ഇതൊന്നും പോരാതെ ഇദ്ദേഹം എവിടെയാണെന്ന് അറിയോ? അരുണാചൽ പ്രദേശ് സിറോ എന്നൊരു സ്ഥലത്ത്, അവിടെയാണ് ഉപരിപഠനം പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമെല്ലാം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അത് ഏതോ വാസ്തവല്ല, എനിക്ക് തോന്നുന്നു RK സ്വാമി മറ്റോ ആഡിൻ്റെ ഒരു ടാഗ് ലൈന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത്. ബോംബെയിലത്തെ അന്ന് ചെയ്തിരിക്കുന്നത് ഏതൊരു IAS ഓഫ് ടൂറിസം സെക്രട്ടറി കണ്ടിട്ട് പറഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മുടെ ബാബു സാറ് പറഞ്ഞത്, ഒരു പ്രസംഗത്ത് പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഇതായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിച്ചിട്ട് സിറോ എന്ന സ്ഥലത്ത് അദ്ദേഹം വന്നിരിക്കുക. അവിടെ നിന്നാണ് മക്ക വന്നത് അല്ലേ? അപ്പോൾ അവിടെ ഇരുന്ന ആളുകളൊക്കെ കവിത ചെല്ലിയ കവിത ഇല്ലെങ്കിലേ ഇതുള്ളൂ കൂടുതലൊന്നും പറഞ്ഞില്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ സംരംഭത്തിൻ്റെ മോഡറേറ്ററായിട്ട് അച്ഛനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു മിനിറ്റ് വരും. അല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയ ആയിട്ടുള്ള ഒരു ഇതാണ്. ഫോട്ടോ എടുക്കണില്ല. ഒരു ചെയർ നമുക്കിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു. ഒരു ഫോട്ടോ എടുത്തോളൂ അച്ഛൻ. ഒരു മിനിറ്റ്, ഒരു ഫോട്ടോ എടുത്തിട്ട്. അപ്പം അദ്ദേഹം ഇതിൻ്റെ മോഡറേറ്ററായിട്ട് അച്ഛൻ ഇത് ചെയ്തോളൂ. ഒരു മിനിറ്റ്, ഞാൻ ഒരു സെക്കൻഡ് ഇരിക്കും. എൻ്റെ ഒരു വലിയൊരു സൗഭാഗ്യമാണ് നമ്മളെല്ലാവർക്കും. ഞാൻ വാസ്തവത്തിൽ വരുമെന്ന് അറിഞ്ഞിരുന്നില്ല. കനകല മേഡം ഹോങ്കോങ്ങിലത്തെ മലയാളികൾക്ക് അധികം പറഞ്ഞു തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കുറേ കാലമായിട്ട് ഹോങ്കോങ്ങിലത്തെ വളരെ സാഹിത്യപരമായിട്ടും 4-5 നോവലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന കേൾക്കുന്നതാണ് എനിക്കറിയാവുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എനിക്കറിയാം. മൂന്നാമത്തെ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് കവിത ചൊല്ലി കഴിഞ്ഞിട്ട് ഒന്നുകിൽ കവിയരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനോടൊപ്പം ആ നോവലിനെ പറ്റിയിട്ടും എല്ലാവർക്കും ഒന്ന് അറിയാനൊക്കെ ഒരു കൗതുകം കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും ചെയ്യാം. നമ്മുടെ ഒരു മിനിറ്റ് ബിൻസി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബഹുമതിയായിട്ട് ഇതിനെ കരുതുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തായ ബിൻസി തന്നെ എന്നെ അണിയിച്ചു. അപ്പോൾ അധ്യക്ഷപ്രസം ചെയ്തോട്ട് എന്നിട്ട് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തോളൂ. ഫാദർ വിൽ കണ്ടക്ട് ഉദ്ഘാടനം അങ്ങനെയല്ല. ഇപ്പൊ ചന്ദ്രമാഷിയെ ഞാൻ ക്ഷണിക്കുന്നു. അധ്യക്ഷ പുസ്തകത്തിന് ഉദ്ഘാടനം രണ്ടു പോയിട്ട് ആയിക്കോട്ടെ. പ്രിയപ്പെട്ടവരെ, തികച്ചും ഒരു അനർഹമായ പരിപാടിയായോ എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഇങ്ങനെ എഴുത്തുകാർ, സെക്രട്ടറി, ഇവരുടെയൊക്കെ സദസ്സിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറി വരിക. ആ കയറിയ ആൾക്ക് ഈ റിലേ ഓടി വരുന്ന ആൾക്ക് ബാറ്റൺ കൈമാറുന്ന മാതിരി ഇങ്ങോട്ട് ഒരു സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്താ
പെട്ടെന്ന് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രയാസങ്ങളും. അപ്പോൾ മലയാളം അധ്യാപകനാന്ന് പറയുന്നത് ശരിയാണ്, പിന്നെ മലയാളം MA-കാരനുമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കിയാൽ MA-യും PhD ഒക്കെ എടുത്ത ആളുകൾ മലയാളം എഴുതുന്നത് കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എന്നെപ്പോലുള്ളവർക്ക് ഇത് മനസ്സിലാവും, അത് എത്രത്തോളം ശരിയല്ലാത്ത രീതിയിലാണ് എഴുതുന്നത് എന്ന്. ഇവിടെ ഈ ഹോങ്കോങ്ങിലെ ഭാഷയെക്കുറിച്ച് പറയുന്നേക്കാം, പഠിക്കാൻ വളരെ പ്രയാസപ്പെട്ടൊരു സാധനമാണ്. അതിൻ്റെ ഓരോ സ്ലാങ്ങിനും വലിയ വ്യത്യാസമുണ്ട്. ഈയിടെ കടയിലൊരു അടുത്ത് പോയപ്പോൾ പറഞ്ഞു 2 വർഷമായി ഇവിടെ വന്നിട്ട് ആകെ ഒരു വാക്കേ പഠിച്ചിട്ടുള്ളൂ. അന്ന് പറയാൻ എന്താ പറയുക, എംഗോയ്, അത് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഇത് നമ്മുടെ മലയാള ഭാഷയ്ക്കുണ്ട്. ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ പഠിച്ചെടുക്കുന്നതിനേക്കാൾ വളരെ പ്രയാസമുണ്ടത്. കാരണം ഇപ്പം ഇംഗ്ലീഷാണ് പറഞ്ഞാൽ 2 വേർഡ്സ് ചേർത്ത് വരില്ല, മലയാളമാണെങ്കിൽ ചേർത്ത് വരും. അപ്പോൾ ഈ ചേർത്ത് വരുമ്പോൾ ചേർത്ത് എഴുതുന്നതും വിട്ടെഴുതുന്നതും തമ്മിൽ വളരെ വ്യത്യാസമാണ്. പക്ഷെ അത് പലരും മനസ്സിലാക്കാതെ എഴുതും. അപ്പോൾ ഉദാഹരണം തന്നെ പറയാം, ആനപ്പുറത്ത് കയറി എന്നതിന് ആന പുറത്ത് കയറി, അപ്പൊ ആന പുറത്ത് കയറി. അതുപോലെ പൊട്ടിച്ചിരിച്ചു, എല്ലാവരും എഴുതുന്നത് പൊട്ടിച്ചിരിച്ചു, പൊട്ടി അപ്പൊ എന്താ പൊട്ടിയായിട്ടുള്ള. ഇങ്ങനെ ഇതൊന്നും ഇപ്പൊ ഒരു നമ്മുടെ ഭാഷയിൽ ഇപ്പൊ അതിപ്പോ ഇത്രയേറെ അപകടകരമാണെന്ന് മനസ്സിലാവുന്നത് ഇപ്പൊ ഈ ഫേസ്ബുക്ക് വന്നിട്ടാണ്. ഇത്രയും മലയാളിക്ക് മലയാളം അറിയില്ലേ എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വിവാദം നടന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു PhD-കാരി ഈ ചങ്ങമ്പുഴയുടെ വാഴക്കുലയെ വൈലോപ്പള്ളിയുടെ ആക്കിയത്. അത് ഈ സത്യത്തിൽ പറഞ്ഞാൽ അതൊരു ചെറിയ മിസ്റ്റേക്കാണ്. അതിനപ്പുറം വളരെ നമ്മുടെ ഭാഷ അത്രമാത്രം മലിനപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം എന്നുള്ള അതിൻ്റെ ആ വ്യക്തതയോട് കൂടിയിട്ട് പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ LKG ക്ലാസ്സിലൊക്കെ KG 1 KG 2 കുട്ടികൾ ഇവിടുത്തെ ഭാഷ പഠിക്കാൻ വേണ്ടി ട്യൂഷന് വരുന്നു. ഞാനവിടെ പേരക്കുട്ടിയെ ഇങ്ങനെ ചോദിക്കുകയാണ്. പേരക്കുട്ടി പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അന്യനാട്ടിലൊരാണ്. അപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ആകെ ഇവരുടെ ഈ ചൈനീസ് അല്ലാത്ത 3 കുട്ടികളേ ഉള്ളൂ. അപ്പം നമ്മുടെ മാതൃഭാഷയിലൂടെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൂടെയാണല്ലോ കുട്ടി വേറൊരു ഭാഷ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റ് കുട്ടികളൊക്കെ ഈ ഭാഷക്കാരായതുകൊണ്ട് ഇവർക്കുള്ളൊരു പ്രയാസമായിരിക്കാം, അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂഷന് വിടുന്നതെന്നപ്പോൾ ഞാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്ന് നോക്കാം, അവിടെ ചോദിക്കുന്നത് ഇവിടുത്തെ കുട്ടികളും ഇത് പഠിക്കാൻ വരുന്നുണ്ടോ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്ത കുട്ടിയെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്യൂഷന് വിടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതൊരു ഭ്രാന്താണെന്ന് പറയുള്ളൂ. ശരിക്കത് ആവശ്യമാണെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ 2 അധ്യാപക ട്രെയിനിങ് കഴിച്ച ആളാണ്. ആദ്യം SSLC കഴിഞ്ഞിട്ട് വേഗം TTC കഴിച്ച് ഒരു 19 വയസ്സ് ആവുന്നതിന് മുൻപ് അധ്യാപകനായതാണ്. പിന്നെയാണ് ഈ പഠനങ്ങളൊക്കെ, ഡിഗ്രിയും PG ഒക്കെ. അപ്പോൾ അന്ന് പഠിച്ചിട്ടുള്ള എങ്ങനെ 1ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഒരു കുട്ടിക്ക് ഭാഷയിലുള്ള എല്ലാ വാക്കുകളും വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. കാരണം പഴയ 1ാം ക്ലാസ് പാഠപുസ്തകം എടുത്തു നോക്കിയാൽ അറിയാം, അപ്പോൾ പഠിച്ചുള്ള ആളുകൾക്ക് അതിൽ മലയാളത്തിൽ 51 അക്ഷരവും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പാഠപുസ്തകമായിരുന്നു. ചഷം എന്നുള്ള വാക്കൊക്കെ ഉണ്ടാവും, ഋഷി, അങ്ങനെ കുറേ എല്ലാ പദങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പഠിച്ച് കുട്ടി 1ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ നമ്മുടെ ഭാഷയിലെ മലയാള ഭാഷയിലെ എല്ലാ വാക്കുകളും വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം എന്നാണ്. അത് പിന്നെ ഞാനൊരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ B.Ed പഠിക്കാൻ പോകുന്നത്. പഠനമൊക്കെ PG ഒക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അതിൽ അല്പം കൂടി വെള്ളം ചേർത്ത് 2ാം ക്ലാസ് ആക്കി. അപ്പോൾ ഞാൻ അന്ന് ചോദിക്കുകയുണ്ടായി, അവിടുത്തെ ഈ പഠിപ്പിക്കാൻ വരുന്ന പ്രൊഫസർമാരോട് ചോദിക്കുകയുണ്ടായി, ഇത് പണ്ട് TTCക്ക് പഠിച്ചത് 1ാം ക്ലാസ് കഴിയുമ്പോഴേക്കെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞത് അതിന് 1ഉം 2ഉം ഒരു യൂണിറ്റായി കണക്കാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നാട്ടിലെ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ 1ാം ക്ലാസ്സിൽ ഫുൾ പ്രൊമോഷൻ ആദ്യം തുടങ്ങിയല്ലോ. ഒരു 73 തന്നെ
1-ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യണം എന്നായിരുന്നു. കാരണം 1-ാം ക്ലാസ്സിലെ കുട്ടി തോറ്റിട്ടുണ്ടെങ്കിൽ മാനസിക വിഷമം ഉണ്ടാകും എന്നാണ് കണ്ടുപിടുത്തം. അപ്പോൾ ഈ 1-ാം ക്ലാസ്സിൽ വേണ്ടെന്ന് ചേർക്കുന്ന പണ്ട് പ്രത്യേകിച്ചും പകുതി ദിവസങ്ങൾ കുട്ടി സ്കൂളിലേ വരില്ല. സാധാരണ വീട്ടിൽ നിന്ന് സ്കൂളിനോട് കുട്ടിക്ക് ഇഷ്ടക്കേടുണ്ടായിരിക്കും. അന്നത്തെ അധ്യാപകരോടുള്ള അവരുടെ പലതരത്തിലുള്ള ഇഷ്ടക്കേടുകൾ, പിന്നെ വീട്ടിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന പല തരത്തിലേക്കുണ്ടും. അപ്പോൾ രോഗങ്ങൾ, എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പല കാരണങ്ങളാലും കുട്ടി 200 ദിവസത്തിലെ 100-150 ദിവസമേ സ്കൂളിൽ വരുള്ളൂ. അപ്പോൾ വീട്ടിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ വരാത്ത കുട്ടിയെ വിചാരിക്കുക 1-ാം ക്ലാസ് കൊണ്ട് ഈ കുട്ടി അക്ഷരം പഠിക്കില്ല. അപ്പം അങ്ങനെ പഠിക്കാത്ത കുട്ടി പണ്ട് എന്താ വിചാരിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യും, 1 കൊല്ലം കൂടി അവിടെ ഇരുത്തും, അപ്പോൾ ഏകദേശം ആവും. ഇപ്പം അതില്ല. ഇപ്പോൾ 1-ലും ഇല്ല, 2-ലും ഇല്ല, 3-ലും ഇല്ല, 10-ാം ക്ലാസ് വരെ ഇപ്പോൾ തോൽവിയില്ല. ഇപ്പോൾ കുട്ടികൾ എഴുതുന്നത് കണ്ട മഹാകഷ്ടമാണ്. അതിപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു വലിയ ചർച്ച ഉണ്ടായി. മാതൃഭൂമി വീക്കിൽ വായിക്കുന്നുണ്ടെങ്കിൽ അറിയും, 10-ാം ക്ലാസ്സിന് കഴിഞ്ഞ A+ കിട്ടിയ കുട്ടികൾക്ക് വായിക്കാനും മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല എന്നുള്ളത് അങ്ങനെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു എന്നാണ്. അങ്ങനെ അത് വലിയ വിവാദമായി. അതിൻ്റെ പേരിൽ ഇപ്പോൾ മാതൃഭൂമി വീക്കിലി ഞാൻ കുറേയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ നമ്മുടെ കാരാശ്ശേരി മാഷാണ് ആദ്യം തുടങ്ങി വെച്ചത്. ഇപ്പോഴും അതിൻ്റെ മാതൃഭൂമി വീക്കിലി വായിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം, ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. അപ്പോൾ അതിലത്തെ ഒരു ഏറ്റവും രസകരമായ വിഷയം കുട്ടികൾക്കല്ല, അധ്യാപകർക്ക് പലർക്കും മലയാളം എഴുതാനും വായിക്കാനും അറിയാം. വായിക്കുകയല്ലെങ്കിലും മലയാളം വലിയ പ്രശ്നമാണ്. വായിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഉച്ചാരണം ഉണ്ടല്ലോ, മലയാളത്തിൻ്റെ ഉച്ചാരണം വലിയ പ്രശ്നമാണ്. നമ്മൾ ഏതാണ്ടല്ല ഇപ്പം ബാലനും ഭാരതവും ഭരണിയും ഒക്കെ ഒരുപോലെ നമ്മൾ പറയാം. പക്ഷെ അതങ്ങനെ പറഞ്ഞാലും നമ്മളത് പണ്ട് എഴുതിയിട്ട് ബാലൻ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ ഭാരതം എങ്ങനെയാണ് എഴുതേണ്ടതുണ്ട്. ഇപ്പം എന്താ വിചാരിച്ചാൽ അങ്ങനെയൊന്നുമില്ല. കുട്ടികളൊക്കെ ബുദ്ധിമാന്മാരായി. പക്ഷെ ഭാഷ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ബുദ്ധി കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഏത് ഭാഷയും ആവർത്തനം കൊണ്ടേ കഴിയുള്ളൂ. കാരണം എല്ലാ ഭാഷയിലും ഉണ്ട് യുക്തിയല്ലാത്ത കുറേ കാര്യങ്ങൾ. ഇപ്പോൾ സയൻസ്, മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് കൃത്യത ഉണ്ട്, യുക്തിയുണ്ട്. ഭാഷയിലെല്ലാം യുക്തിയില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഇംഗ്ലീഷ് എന്നുള്ള ആണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. ബാക്കി ഈ പ്രൊനൗൺസിയേഷൻ വരുന്ന ഇടത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കണം, ഇങ്ക്. അപ്പോൾ എല്ലാ ഭാഷയ്ക്കും ഉണ്ട്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും ഇംഗ്ലീഷ് ഈസ് എ ഫാദർലെസ് ലാംഗ്വേജ്. കാരണം ഇപ്പോൾ PUT വരുമ്പോൾ പുട്ടെന്ന് പറയും, BUT വരുമ്പോൾ ബെട്ട് പറയും, ഒരേ തന്നെയാണ്. അപ്പോൾ അത് ബുദ്ധി കൊണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇടത്തിൽ ചിലപ്പോൾ എന്നുള്ള ശബ്ദം വരുന്നു, വേറൊരു ഭാഗത്ത് പറയുമ്പോഴും അതേ ശബ്ദം വരുന്നു. അപ്പോൾ ഇത് യുക്തി വെച്ച് പഠിക്കാൻ നോക്കിയാൽ നടക്കില്ല. അപ്പോൾ കുറേ ആവർത്തനം. ഇപ്പോൾ സ്പെല്ലിങ് പഠിക്കുക, നമ്മളൊക്കെ സ്പെല്ലിങ് പഠിച്ചു. അതുപോലെ ഈ മലയാളത്തിന് അങ്ങനെ പഠിക്കാനില്ലല്ലോ. അപ്പോൾ എഴുതി പഠിക്കുക, എഴുതുക, വായിക്കുക, എഴുതുക, അതിൻ്റെ ഒരു സംഗതി ഇല്ലാതെ. അപ്പോൾ ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലൊക്കെ എന്ത് വന്നു പറഞ്ഞു. ഞാനിപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഓഫീസറായിരുന്നു അവസാനം. ഹെഡ് മാഷാണെങ്കിലും ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്തിരുന്നത് ഇതിൻ്റെ പ്രോഗ്രാം ഓഫീസർ. അവിടെയൊക്കെ പറഞ്ഞ കുട്ടികളെ തെറ്റ് തിരുത്തേണ്ടതാണ്, അവർ തനിയെ തിരുത്തിക്കോളുന്നതാണ്. ഇതുപോലൊരു അബദ്ധമല്ലേ അത്. കാരണം അറിയില്ല. ഇപ്പോൾ പഠിക്കുക എന്നുള്ളതിന് ആണ് എഴുതുന്ന മിക്കവരും. അതെന്താ യുക്തി കൊണ്ട് അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഇനി നമ്മുടെ മലയാള ഭാഷ ആർക്കെങ്കിലും ശരിയായ രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ നിലവിലുള്ള അധ്യാപകർ, ഇപ്പം ഡോക്ടർ, പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പം ഈ ഫേസ്ബുക്കിൽ എഴുതണവനെ കണ്ടാൽ തന്നെ അറിയാം മിക്കവരും അവർക്കൊരു ചെറിയ ഈഗോക്കുള്ള കൂട്ടത്തിലായിരിക്കും. പക്ഷെ എഴുതിയത് മുഴുവൻ തെറ്റാണ്. ഇപ്പം ഡോക്ടർ ബിന്ദു ഇംഗ്ലീഷ് പ്രയോഗിച്ചതിലെ തെറ്റ് പറഞ്ഞില്ല, അവർ കളിയാക്കി. പക്ഷേ ഇവിടെ പല മലയാള പ്രൊഫസർമാരും മലയാള അധ്യാപകരും ഫേസ്ബുക്കിൽ എഴുതുന്നൊക്കെ തെറ്റാണ് മുഴുവൻ. ഒന്നുണ്ടായിട്ട് പറയില്ല. ഇപ്പോഴത്തെ മലയാളികളിൽ 5% പോലും ശരിയായിട്ട് മലയാളം എഴുതാൻ പറ്റുന്നതല്ല. കാരണം എന്താ വെച്ചാൽ അത് ഇതെങ്ങനെ ഈ ചേർത്തെഴുതുക, വിട്ടെഴുതുക ഒക്കെ വലിയ അർത്ഥവ്യത്യാസങ്ങളാണ്. പക്ഷെ ഇതൊന്നും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ നിവൃത്തിയുള്ള വിദേശികൾ, ഇപ്പം നമ്മൾ ഒരു അന്യഭാഷ പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് പഠിക്കും. ഈ മലയാളം പഠിക്കാൻ വരുന്ന കുട്ടിക്ക് എന്താ, അവൻ കുറേ മലയാളത്തിലെ പദങ്ങളും ഒക്കെ കേട്ട് ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേട്ട് ശീലിച്ച ശൈലിയിലും ആണ് അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ അതിൻ്റെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വളരെ പരിശ്രമം വേണം.
അതില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ധാരണ നമുക്ക് വന്നത്. അപ്പം ഇപ്പോഴല്ല, ഇപ്പം ചിലർ വിചാരിക്കും ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞ അക്ഷരത്തെറ്റ് ഇപ്പോഴേ വന്ന് ചോദിച്ചാൽ ഇപ്പോഴും അല്ല. എൻ്റെ പ്രായക്കാർ, എനിക്ക് 71 വയസ്സായി, 75 വയസ്സ് 78 വയസ്സ് വരെയൊക്കെ എഴുതുന്നവരിലും തെറ്റ്. ഇപ്പം ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആ ഠാണ്ടല്ലോ വട്ടത്തിൽ അവിടെ എഴുതേണ്ടത് മട്ടേ എഴുതുള്ളൂ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ജ്യേഷ്ഠൻ എഴുതിയാലും ജ്യേഷ്ഠൻ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണ്. അപ്പോൾ മലയാളം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി പഠിക്കേണ്ട ഒരു സാധനമല്ല. പക്ഷേ അതിപ്പോൾ എന്താ അങ്ങനെ, ഇനിയിപ്പോൾ മലയാളത്തിൽ ഒരാൾ എഴുതി തെറ്റിയാലും അയാളെ കളിയാക്കണില്ല. ഇംഗ്ലീഷിൽ എഴുതുമ്പോഴാണ്. അപ്പോൾ ഞാൻ തന്നെ ഒരു കാര്യം ഇംഗ്ലീഷിൽ ഇപ്പോൾ അത് എഴുതുമ്പോഴേക്കും എനിക്ക് സ്പെല്ലിങ് അതല്ലേ എന്നൊരു സംശയം മനസ്സിൽ വരും. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ ഡിക്ഷണറി എടുത്ത് നോക്കും. മലയാളം ആകുമ്പോൾ ചോദ്യമേ ഇല്ല. അപ്പോൾ അക്ഷരത്തെറ്റ് എന്ന് പറയുമ്പോൾ അതെന്നെ എഴുതുക, അക്ഷരത്തെറ്റ് എന്ന് എഴുതുള്ളൂ, എഴുതില്ല. മിക്കവാറും 2 പദങ്ങൾ ചേരുമ്പോൾ ഇരട്ടിപ്പ് വരുന്നതാണ്. അപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഇരട്ടിപ്പില്ല. അതിനൊരു കാര്യമുണ്ട്. ഈ ഭാഷയിൽ ഇപ്പോൾ ലെവൽ സാറിൻ്റെ എവിടെയൊക്കെ വെച്ചാൽ രക്ഷപ്പെട്ടു, ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് പറയാം. മലബാറിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുള്ളൂ, ചേർത്ത് പറയില്ല. അപ്പോൾ പക്ഷെ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ രക്ഷപ്പെട്ടു എന്ന് എഴുതും. ഇങ്ങനെ എഴുതി ശീലിച്ചവൻ, ഈ എഴുതി ശീലിക്കാനില്ലാത്തവണ് രക്ഷപ്പെട്ടു എന്ന് എഴുതുള്ളൂ. അത് പിന്നെ വലിയ അപകടകാരിയല്ല. പക്ഷേ ഈ ചേർത്തെഴുതലേ, കാരണം കുട്ടി ചാത്തനെ കണ്ടു പേടിച്ചു, കുട്ടി ചാത്തനെ കണ്ടു പേടിച്ചു, രണ്ടതല്ല. ഇങ്ങനെ ഇതിപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്കൊക്കെ അധികം മലയാളത്തിൻ്റെ ഇതിലേക്ക് കടക്കണുണ്ടാവില്ല. കടക്കുന്നവർ കാണും, അയ്യോ എന്താ ഇവരൊക്കെ എഴുതി വെക്കുന്നത്, കോളേജ് അധ്യാപകർ. പിന്നെ ഇത് ഏറ്റവും വലിയ അറിവ് വേണ്ടത് പ്രൈമറി സ്കൂൾ അധ്യാപകരാണ്. 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഷാപരമായ വിവരം വേണ്ടത്. കാരണം അവിടെ നിന്ന് പഠിച്ചെടുക്കണം. പിന്നെ ഒരിക്കലും നമുക്ക് തിരുത്താൻ കഴിയില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന നമ്മുടെ ഇവിടുത്തെ ഈ ഭാഷയുണ്ടല്ലോ, അതുപോലെ തന്നെ വളരെ പ്രയാസകരമായ ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ മലയാളം. ഇംഗ്ലീഷിൽ നിന്ന് ഇത്ര കോംപ്ലിക്കേഷൻ ഇല്ല, ഹിന്ദിക്ക് ഇത്ര കോംപ്ലിക്കേഷൻ ഇല്ല. അവരുടെ വാക്കുകളൊക്കെ വിട്ടുവിട്ടാണ്, നമ്മുടെ പലതും ചേർത്തിട്ടാണ്. അപ്പോൾ ഈ ചേർക്കലും വിടലും ആകുമ്പോൾ അത് ആവശ്യമില്ലാത്ത ഇടത്തിലൊക്കെ ചേർക്കപ്പെടും. ഇപ്പോൾ രാമൻ മകൻ എന്താ പറയുക, പണ്ട് രാമൻ്റെ മകൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വിഭക്തി പ്രത്യയമില്ലാതെ ചേർത്ത് എഴുതുമ്പോൾ ഇത് ഈ ചേർക്കൽ പറയലേ ഉള്ളൂ, ചേർക്കൽ യഥാർത്ഥത്തിലില്ല, കൂടി ചേരുന്നില്ല. അങ്ങനെ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ മലയാളത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ മലയാളത്തെ സ്നേഹിക്കുന്നവരിന്ന് മലയാളികളുടെ ഇടയിലല്ല ഉള്ളത്, പുറത്താണ്. അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നന്നായിട്ട് ഓണാഘോഷം ആഘോഷിക്കുന്ന എല്ലാവരും കൂടി ആഘോഷിക്കുന്നത് എവിടെ, പുറത്താണ്. കേരളത്തിലാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറും കറി ഉണ്ടാക്കുന്നത് നമ്മൾ ഭക്ഷിക്കണം. പുറത്ത് നമ്മളാണെന്ന് വെച്ചാലോ എല്ലാവരും ചെയ്യുന്നു. പെരുന്നാൾ ആഘോഷിക്കുന്നു, എല്ലാവരും ചെയ്യുന്നു. ക്രിസ്തുമസ് ആഘോഷിക്കുന്നു, എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം പുറത്താണിപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ പ്രാധാന്യവും അതിനോടുള്ള സ്നേഹവും അതിനോടുള്ള ആദരവും ഒക്കെ. പുറത്തൊന്നുമില്ലല്ലോ. എവിടെയാണ് ഇപ്പോൾ കേരളത്തിൽ വർഗീയതയായാലും മതമായാലും എന്തായാലും ഇതിൻ്റെ പേരിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ പുറത്തില്ല. പുറത്ത് നമ്മളൊക്കെ ഒന്നാണ്. അപ്പോൾ മലയാളത്തെ സ്നേഹിക്കാനും ഇങ്ങനെ ഒരു പരിപാടിക്ക് മുന്നിട്ട് നിൽക്കുന്നതിലും വളരെ വളരെ സന്തോഷമുണ്ട്. ഒരു ഭാഷാ സ്നേഹി എന്നുള്ള നിലയിൽ വളരെ സന്തോഷമുണ്ട്. കുറച്ചിങ്ങനെ അറിയാതെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. നാട്ടിൽ എപ്പോഴും തല്ലൂടലാണ് പറയുക എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊരു ഇടതുപക്ഷ സഹയാത്രികരാണ്. ഞങ്ങളാണ് ഇതിൻ്റെ വലിയ കുഴപ്പക്കാർ ശരിക്കുകയാണ് ഈ ഭാഷയെ സംബന്ധിച്ച്. ഭാഷ എങ്ങനെയൊക്കെ മതി എന്നാണ്. ഞാനിതിൻ്റെ ഒരു വിരുദ്ധ സ്വഭാവക്കാരനാണ്. അപ്പം എപ്പോൾ ചെന്നാലും സ്റ്റണ്ടിന് നേരമുള്ളൂ. ഇതെന്താ അങ്ങനെ എഴുതി അങ്ങനെ എഴുതി. ഇനിയിപ്പോൾ പറയുന്നത് ഇതപ്പോൾ കുട്ടികൾക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്തിയതിന് പുരോഗമനവാദികളൊക്കെ ആകെ പ്രശ്നത്തിലാണ്. എന്തിനാ കുട്ടികളെ തോൽപ്പിക്കുന്നത്? തോൽപ്പിക്കുക എന്നുള്ളൊരു വാക്കേ ഉപയോഗിക്കാം. തോൽക്കുകയാണ് കുട്ടി ചെയ്യുന്നത്. ഈ തോൽക്കുന്ന ഒരു കുട്ടിയാണോ ഉത്തരവാദി? ഞാൻ കുട്ടിയല്ല. ഇന്ന് ജനിച്ച് വീഴുന്ന മാനസികമായിട്ട് വൈകല്യമൊന്നും ഇല്ലാത്ത ഏത് കുട്ടിക്കും ഇന്ന് നമ്മൾ ഏർപ്പെടുത്തിയുള്ള സിലബസ് പ്രകാരമുള്ളത് പഠിച്ചെടുക്കാൻ കഴിയും. എല്ലാവർക്കും ഒരേപോലുള്ള അക്കാദമിക് ബുദ്ധി ഇല്ലെങ്കിലും ഏത് കുട്ടിക്കും, അതായത് ഇപ്പോൾ പദ്യം പഠിക്കുക വിചാരിക്കുക, 4 തവണ ചൊല്ലിയാലാണ് ചിലർക്ക് എഴുതി ഇഷ്ടമാവും, ചിലർക്ക് 8 തവണ വേണ്ടിയിരുന്നേ ഉള്ളൂ. അതിനപ്പുറം ഒരിക്കലും ഇത് മനസ്സിലാവില്ല എന്നുള്ള പ്രശ്നമില്ല. അപ്പോൾ ആ തരത്തിലേക്ക് ഒരു മിനിമം മാർക്ക് ഏർപ്പെടുത്തിയത് ഭയങ്കര പ്രശ്നമായി അവിടെ. അതായത് കുട്ടിക്ക് മിനിമം എത്രയേ വേണ്ടൂ,
30% വേണ്ടൂ, 100-ൽ 30 മാർക്കേ നേടിയുള്ളൂ. അത് ഏർപ്പെടുത്തിയതിനാണ് അവിടെ ഭയങ്കര പ്രശ്നത്തിലാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഠിക്കാതെ പാസ്സാവുക എന്നുള്ളൊരു വലിയ ഒരു പ്രശ്നം ഉണ്ട്. അപ്പം ഇതിനൊക്കെ ഒരൊറ്റ ചോദ്യം, കുട്ടികളെ തോൽപ്പിച്ചുകൊണ്ടാണോ നിലവാരം ഉയർത്തേണ്ടത് എന്നാണ് ഈ ബുദ്ധിമാന്മാരുടെ ചോദ്യം. കുട്ടികളെ തോൽപ്പിക്കണ്ട, കുട്ടികളെ നിലവാരത്തിലെത്തിക്കാൻ അധ്യാപകർ, നമ്മളെന്നും ഞങ്ങളുടെ പൊതുവിദ്യാലയങ്ങൾ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും സുഖമായൊരു ജോലിയാണ്. കാര്യമായ അധ്വാനമൊന്നും വേണ്ട, ശമ്പളം നല്ലോണം കിട്ടുന്നുണ്ട്. പഴയ കാലത്ത് വരുന്നതല്ല, നല്ല ശമ്പളമാണ്. ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനൊക്കെ റിട്ടയർ ചെയ്യും, തുടക്ക ശമ്പളത്തിൻ്റെ 45,000 രൂപ ശമ്പളമാണ്. റിട്ടയർ ചെയ്യുമ്പോഴേക്കും 1.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അപ്പം അതിനനുസരിച്ച് എന്തെങ്കിലും അധ്വാനം ഉണ്ടോ അവിടേക്ക്? അതൊക്കെ ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു പോയത് മലയാളത്തോട് കാണിക്കുന്ന ഈ സ്നേഹം അത് വളരെയധികം എൻ്റെ മനസ്സിനെ ആകർഷിച്ചൊരു കാര്യമാണ്. വ്യക്തിപരമായിട്ട് എന്നെ പലതവണ ഗോപിയേട്ടൻ എന്നെ പല രംഗത്തേക്കും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വഴി മനസ്സിലാക്കാനും വരാനൊക്കെ ഉള്ള കുറേ പ്രയാസങ്ങളെ കൊണ്ടാണ് അന്നൊഴിഞ്ഞു മാറിയത്. ഇപ്പം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വന്നാൽ കുറച്ച് ദിവസമേ നിൽക്കുള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് പോവുകയാണ്. ഏതായാലും നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും എല്ലാവരോടും എന്താ പറയുക, എന്തൊക്കെയോ ചില വാദികൾ പറഞ്ഞു പോയതിനും അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. So hand over to father. Thank you. Take over. Sorry, the father is over there. Father will come. അവിടെ ഇരുന്ന് ചെയ്യാം. നമ്മൾ ഈ പരിപാടി തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എത്ര പേര് ഈ പരിപാടിയിൽ സംബന്ധിക്കണം. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഗുരുവരിഷ്ഠരായിട്ടുള്ള എഴുത്തിൽ സ്ഥാപിതമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടും പുറകില്ലല്ല. പിന്നെ സാറ് പറഞ്ഞതുപോലെ വലിയ നാട്ടിൽ നിന്ന് പുറത്താണ് കവിയരങ്ങ് എന്ന് പറയുന്ന വലിയ സാഹിത്യത്തിൽ തന്നെ ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാർ മാത്രം എടുത്ത് വെക്കുന്ന ഒരു കാൽവയ്പിലേക്ക് നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമാണ്, നമ്മുടെ ഭാഷയുടെ നേട്ടമാണ്. ആ ഭാഷയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്രയും ദൂരത്ത് ഇത്ര ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം. ഇന്ന് അതിൻ്റെ പേരിൽ നമുക്ക് ഏറ്റവും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെ ഒരു കവിത ചൊല്ലാനായിട്ട് വിളിക്കുകയാണ്. PM ശാന്തകുമാരി ടീച്ചർ. 18 വയസ്സാണ് ടീച്ചറിന്റെ പ്രായോട്ടാണ്. അത് തിരിച്ചിട്ടാലേ കൃത്യം പ്രായമാവും. ശാന്തകുമാരി ടീച്ചർ നമ്മുടെ ബിൻസി മാഡത്തിന്റെ പേര് പറയരുതെന്ന്, ബിൻസി മാഡത്തിന്റെ അമ്മയാന്ന് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശാന്തകുമാരി ടീച്ചർ വരും. ലൈവിലുണ്ടോ? അമ്മ ലൈവിലുണ്ടോ? എത്തിയിട്ടില്ല അല്ലേ? ഓക്കെ. സൗണ്ടില്ല. കിട്ടുന്നില്ല, ഓഡിയോ കിട്ടുന്നില്ല.
കമ്പ്യൂട്ടറോട് ചെയ്തു ഡയറക്റ്റ് കമ്പ്യൂട്ടറാണോ? ഇതിന്റെ മാത്രമാണോ? ഓഡിയോ പ്ലേ ആവുന്നില്ല. ആ കമ്പ്യൂട്ടറിൽ നിന്ന് പ്ലേ ചെയ്യുന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ. ബ്ലൂടൂത്ത് സോറി ഇതിൽ ശരിയാണോ? ഇത്ര ആളുകളേ ഉള്ളൂ. ഇത്ര ആളുകളേ ഉള്ളൂ. അതെ അതെ അതെ. അവിടെ നിന്നാണ് കുറച്ച് ആയിട്ടോ പ്രിയ അമ്മൂമ്മയുടെ പട്ടിയിലേക്ക് പോകാനാണ്. മകരം മഞ്ഞൾ മരവും കൂടി കോച്ചുന്നു കുംഭം വന്നു വന്നു തിരുവോണം നാടൊട്ടുക്കും പൊന്നോണം കന്നി പിറന്നു കൊയ്ത്തായി കന്നാലിക്കും തിരുവോണം തുള്ളിക്കൊണ്ടു തുലാം വന്നു തള്ളപ്ലാവിന് ചിരി വന്നു വൃശ്ചികമെത്തി കുളിരെത്തി വിത്തിന് വിളവും വന്നെത്തി കനിവും വന്നു തണുപ്പേകി കൊയ്ത്തും മെതിയും തിരുതകതി മകരം മഞ്ഞിൽ മുഴുകുന്നു മരവും കൂടി കോച്ചുന്നു കുംഭം വന്നു കുടമേന്തി കർഷക കന്യകമാരെല്ലാം മീനം വന്നു മാവുകളിൽ ഊഞ്ഞാലാടി മാങ്കനികൾ മേടം വന്നു വിഷു വന്നു കൊന്ന പെണ്ണിനു കല്യാണം ഇടവം വന്നു കുട ചൂടി ഇടവഴി തോറും പെരുവെള്ളം മിഥുനം വന്ന വിധം കണ്ടിട്ടാതി മുഴുത്തു കുടിലുകളിൽ കർക്കിടകം പോയി കഴിയുമ്പോൾ ദുർഘടമെല്ലാം ഒഴിവാക്കും ചിങ്ങം വന്നു തിരുവോണം നാടൊട്ടുക്കും പൊന്നോണം. ഇതൊരു കുട്ടിക്കവിതയാണ്, കുഞ്ഞുങ്ങൾക്കുള്ള കവിതയാണ്. പക്ഷെ ഈ കവിത പല രീതികളാണ് ഓരോ ആശയങ്ങളെ പ്രതിപാദിക്കുന്നത്. ഈ പ്രായം ഇതിനകത്തൊരു വലിയ ഘടകമാണ്. നമ്മൾ എന്ത് ആശയങ്ങളെ പ്രതി കവിതകൾ രചിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് കവിതകൾ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ നാടിൻ്റെ പരിണാമവും നമ്മുടെ വ്യക്തിയുടെ പരിണാമവും ഒക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്.
പ്രായമുള്ളവർ ഒരല്പം 50-ന് മുകളിലുള്ളവരൊക്കെ ഇപ്പോഴും അവരുടെ നൊസ്റ്റാൾജിയയിൽ ഈ പാടവും നാട്ടിൻപുറവും ഗ്രാമം ഒക്കെ ആയിരിക്കും. ഗ്രാമങ്ങളൊക്കെ ഗ്രാമഭംഗിയൊക്കെ പ്രതിപാദിക്കുന്ന കവിതകൾ നമ്മൾ കേൾക്കും. ഇപ്പം 18 വയസ്സുകാരിയുടെ കവിതയിൽ നമ്മൾ കേട്ടത് അങ്ങനെ ഒരു പഴയ കാലത്തെ സ്മരണയാണ്. നമ്മളിതുപോലത്തെ ഇനിയും കവിതകൾ നമ്മൾ കേൾക്കാനിരിക്കുകയാണ്. നമ്മൾ അതുപോലെ ഒരു കവിതയിലേക്ക് പോകുന്നു. അടുത്ത കവിത നമ്മൾ കേൾക്കുന്നത് കൃഷ്ണരാജ ശർമ്മയുടേതാണ്. കൃഷ്ണരാജ ശർമ്മ സ്വയം പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? തൃശ്ശൂർ രവിമംഗലം ഗ്രാമത്തിലെ സംസ്കൃത വിദ്യാഭ്യാസം കൊണ്ട് വീട്ടിലെ ഗൃഹ വിദ്യാഭ്യാസത്തിൽ തുടങ്ങിയ മനുഷ്യനാണ് കൃഷ്ണരാജ ശർമ്മ. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ഉദ്യോഗം ഉണ്ടായിരുന്നു. പിന്നീട് അധ്യാപകനായി ഓഫീസറായി അതേ യൂണിവേഴ്സിറ്റിയിൽ 2015 അടുത്തോൺ പറ്റിയ ശേഷം എന്നുള്ള ഒരു പദപ്രയോഗം, റിട്ടയർ ചെയ്തതിന് ശേഷം എന്നുള്ള അടുത്തോൺ പറ്റിയതിന് ശേഷം എഴുത്തും വായനയും കൃഷിയുമായിട്ട് കഴിയുന്നു. ആലികാലിക പ്രസിദ്ധീകരണങ്ങളിൽ കക്ഷിയുടെ കവിതകൾ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവാണ്, സജീവമായിട്ട് കവിതകളും പിന്നെ അവരുടെ പ്രായക്കാരുടെ ആയിട്ടുള്ള ചില വർത്തമാനങ്ങളുണ്ട്, അതുമായിട്ട് കഴിഞ്ഞു പോകുന്നു. മറുനാടൻ മലയാളി മുഖങ്ങൾ എന്ന മാസികയുടെ എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രശസ്തനായ സിനിമാ സീരിയൽ സംവിധായകനും എഴുത്തുകാരനുമായ വയലാർ മാധവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അവർ വായനപ്പുര എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എറണാകുളത്ത് തുടങ്ങിയുണ്ടായി. അവിടെ നിന്ന് ഒരു ദ്വൈമാസികം ഉണ്ടായിരുന്നു. ഇത് രണ്ടും കോവിഡിന് ശേഷം നിന്നുപോയി, കോവിഡ് ആയപ്പോൾ നിന്നുപോയി. കവിതകൾ പഴയ സംസ്കൃത ദ്രാവിഡ വൃത്തങ്ങളിൽ എഴുതി ശീലമുള്ള ആളാണ്. അത് നമ്മൾ ഈ കവിത കാണുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കാവ്യാഞ്ജലി എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ്. 14 വർഷം മുന്നേ ഒരു പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പാരാലിസിസ്, പിന്നെ അതിൽ നിന്ന് മുക്തനായിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ടൂറും വായനയും എഴുത്തുമൊക്കെ ആയിട്ട് കഴിയുന്നു എന്ന അദ്ദേഹങ്ങൾ. 2 കവിതകളാണ് നമ്മൾ കേൾക്കുക. ആദ്യത്തെ അദ്ദേഹങ്ങൾ ഒരു ഡസനോളം കവിതകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. വളരെ ധാരാളമായിട്ട് ഇങ്ങനെ നിമിഷകവി എന്ന് പറയാവുന്ന രീതിയിൽ എപ്പോഴും കവിതകൾ വരുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മളിതിനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി കവിതകൾ നമുക്ക് അയച്ചു തന്നാണ്. നമ്മളതിനകത്ത് 2 കവിതകൾ തിരഞ്ഞെടുത്തു. ഒന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യം എന്ന് പറഞ്ഞ് വളരെ ഫിലോസഫിക്കലായിട്ട് ദാർശനികമായിട്ട് ഒരു ചിന്ത നമ്മളുടെ മുന്നിൽ വെക്കുന്ന ഒരു കവിതയാണ്. നമുക്ക് ആ കവിതയിലേക്ക് പോയാൽ ആദ്യമായിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യം. നമസ്കാരം, ഞാൻ കൃഷ്ണരാജ ശർമ്മ. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരിക്കൽ എൻ്റെ മനസ്സാക്ഷി എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഞാൻ ഉത്തരം തിരഞ്ഞു നോക്കി, പക്ഷെ അതിന്റെ ഉത്തരം കാണാൻ പറ്റിയില്ല. ചില വൃഥാ ചിന്തകളും കുറിച്ചിട്ട് ഏതാനും വരികൾ അവതരിപ്പിക്കുകയാണ്. സമയം ക്ഷമിച്ചത്. ഉത്തരമില്ലാത്ത ചോദ്യമില്ലെന്നു ഞാൻ ഇത്രനാളും വൃഥാ ചിന്തിച്ചു പോയല്ലോ. ആരോഗ്യമുള്ളൊരു സുന്ദരഗാത്രവും ബുദ്ധിയും സമ്പൽ സമൃദ്ധിയുമെന്നോട് ചിത്തേ അഹങ്കാരമാം മഹാകാനനം വാനോളം എത്തും വിധം വളർത്തിയിടവേ. എന്നെ പുകഴ്ത്തുന്ന വാക്കുകൾ കേട്ടെന്നോട് കാതുകൾ കോൾമയിൽ കൊള്ളവേ. എന്നും വളരുമെൻ സമ്പത്തു കണ്ടു കണ്ടെന്നയനങ്ങളിൽ പൂക്കൾ വിടരവേ.
എൻ മനസ്സാക്ഷി ചോദിച്ചെന്നൊരു ദിനം ഞാൻ എന്നു നീ ചൊൽവതെന്തെന്നറിയുമോ? നീ എന്തിനാ വന്നു ഈ ഭൂമിയിൽ? നിന്നുടെ ചെയ്തികൾ എന്തിനു വേണ്ടിയെന്നോർത്തുവോ? ആസുരം ഗംഭീരമെന്നല്ല, ഭീകരം മാറ്റൊലിക്കൊള്ളുന്ന യുധമാ മാനസേ. ഞാനെൻ വിരലുകളോടു ചോദിച്ചു, ഞാൻ നിങ്ങളാണോ? അല്ല ചൊല്ലി വിരലുകൾ. കൈകാലുകളോടു ചോദിച്ചു, കണ്ടോ നിങ്ങൾ എന്നെ? ഇല്ല ചൊല്ലിയെന്നോടവർ. സുന്ദരമാണെന്നു കരുതും ഞാൻ എൻ ശരീരത്തോടു ചോദിച്ചു, നീ തന്നെയാണോ ഞാൻ കേവലം നിന്റെ ഗാത്രമാം ചൊല്ലിനാൻ എന്റെ ശരീരവുമേറ്റവും നിർദ്ദയം. എന്റെ കർണങ്ങളും എന്റെ നേത്രങ്ങളും എന്റെ ആഭൂഷണങ്ങൾ തഥാ വസ്ത്രവും കണ്ടെങ്കിലും കണ്ടതില്ല ഞാൻ എന്ന മൂർത്തിയെ ഞാൻ അറിയുന്നീല മായയോ. ഞെട്ടിത്തെറിപ്പിക്കും അട്ടഹാസം കേട്ടു എന്റെ ഉള്ളിൽ തന്നെയാനാസരം. കാണാൻ കഴിവില്ല നിന്നെ നിനക്കെങ്കിലെന്തിന്നു ഞാൻ എന്നഹങ്കരിക്കുന്നു നീ. എന്തിന്നു സമ്പത്തു വാരി നിറയ്ക്കുവാൻ തത്രപ്പെടുന്നു നീ ഇത്ര കഠിനമാ? ഞാൻ സത്യമോ മിഥ്യയോ എന്നറിയുക, ഞാൻ എവിടെയെന്നു പിന്നെ തിരയുക, ഞാൻ വന്നതെന്തിനാണെന്നു കണ്ടെത്തുക, എൻ ചെയ്തികൾ എന്തിനാണെന്നറിയുക. പിന്നെ മാത്രം മതി ഞാൻ എന്റെ എന്നുള്ള അഹങ്കാരപൂർണമാം വാക്പ്രയോഗങ്ങളും എന്നും മുഴങ്ങുന്നു എന്നുള്ളിൽ. ഈ ചോദ്യമെല്ലാം കഴിഞ്ഞില്ല ഉത്തരം കാണുവാൻ. ചന്ദ്രൻ സാറിന് ഒന്ന് രണ്ട് വാക്ക് ഈ കവിതയെക്കുറിച്ച്